നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. NTA പാഠം പഠിച്ചില്ല എന്നത് ഏറെ ദുഃഖകരമെന്ന് കോടതി. 3 ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശം. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എന്തൊക്കെ വിമർശനങ്ങളുണ്ടായി കോടതിയുടെ ഭാഗത്തുനിന്ന്? ഉന്മേഷ്, ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ആ കടുത്തൊരു അമർഷം കോടതി രേഖപ്പെടുത്തിയത്. കാരണം ഇതിനു മുൻപും ഇത്തരമൊരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായ ഘട്ടത്തിൽ കോടതി ഇടപെട്ടുകൊണ്ട് തന്നെ സമിതി രൂപീകരിക്കുകയും നിർദ്ദേശങ്ങൾ നൽകി നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് വീണ്ടും അച്യുതനാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നേരെയാണ് കോടതിയുടെ വിമർശനം ഉയർന്നത്. നേരത്തെയും ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ച സാഹചര്യമുണ്ടായിരുന്നു. അത്തരം പാഠങ്ങളൊന്നും NTA ഉൾക്കൊണ്ടില്ല എന്നാണ് കോടതിയുടെ വിമർശനം. ഒപ്പം 3 ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം നൽകാനുള്ള നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. അച്യുതൻ, തുടരാം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ ഒരു അമർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇതിനു മുൻപും ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായ ഘട്ടത്തിൽ കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിച്ചതായിരുന്നു. എന്നാൽ അതിനുശേഷവും വീണ്ടും ഇത്തരത്തിലൊരു വീഴ്ച സംഭവിക്കുകയാണ്. ഇതിൽ NTA ഒരു പാഠവും പഠിച്ചില്ല എന്നൊരു വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും സംഭവത്തിൽ ഏറെ ദുഃഖമുണ്ടെന്നും കോടതി ഇന്ന് പറഞ്ഞു. ജസ്റ്റിസ് നരസിംഹയുടെ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിച്ചത്. എന്തായാലും എതിർകക്ഷികൾക്ക് കോടതി ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ NTA വിശദമായ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. മാത്രമല്ല, ഉന്നതാധികാര സമിതി K. രാധാകൃഷ്ണനോടും സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. 3 ദിവസത്തിനകം തന്നെ ഈ മറുപടി നൽകണമെന്നതും കോടതി നിർദ്ദേശിച്ചു. എന്തായാലും അതിനുശേഷമായിരിക്കും വിശദമായ ഒരു വാദം ഈ ഹർജിയിൽ കോടതി കേൾക്കുക. ഉന്മേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.